മുത്തുമുമ്മിനീങ്ങളെ, നമ്മളുടെ മക്കൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കണം, മോനെ നീ അഹങ്കാരിയാവണ്ട, കിബറാവണ്ട, നീ കെബറുകാരനാവാൻ പാടില്ല. നമ്മളൊക്കെ നിങ്ങളിൽ ചെന്ന് ചിന്തിക്കണം, നിങ്ങൾ കിബറനാണോ, നിങ്ങൾ അഹങ്കാരിയാണോ? പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും കിബറുണ്ടെങ്കിൽ സ്വർഗമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് വലിയവൻ. ഞാൻ വലുതല്ല, നിങ്ങൾ വലുതല്ല, സ്റ്റേജിലിരിക്കുന്നവർ വലുതല്ല, താഴെ ഇരിക്കുന്നവർ ചെറുതുമല്ല. അങ്ങനെയാണ് നമ്മളൊക്കെ അല്ലേ. പിന്നെ ഒരു തിരിച്ചറിയാനും മറ്റൊക്കെ ആവശ്യത്തിന് വേണ്ടിയാണ് സ്റ്റേജുകൾ. നമ്മളുടെ മറ്റുള്ള ചർച്ചകളെല്ലാം സ്റ്റേജുകൾ കൂടാത്ത ചർച്ചകളാകണം. അങ്ങനെയാണ്. സ്റ്റേജ് ഇല്ലാത്ത ചർച്ച വളരെ എഫക്റ്റീവാണ്. കൂടുതൽ ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. സ്റ്റേജ് ആകുമ്പോ കുറെ ആളുകൾ വേറെ സ്റ്റേജ്. ഇവിടെ അൽഹംദുലില്ലാ സദസ്സിൽ ആളുണ്ട്. ചില പക്കത്തുകളുടെ ഉറുദിക്ക് പോയെങ്കിൽ സ്റ്റേജിൽ ഫുള്ളാൾ, സദസ്സിൽ ആരുമില്ല. അപ്പൊ ഞാൻ ഒരു പക്കത്ത് കേട്ടിതെന്ത് കൂടി ഇത്ര ആൾ ജാസ്തി. അപ്പൊ ഉസ്താദെ മാജി കമ്മിറ്റികളെല്ലാം ദെപ്പാട്ടിലും കൂടി പൊങ്കലാട്ട്. അപ്പൊ ഈ മാജി കമ്മിറ്റികൾ എല്ലാം പോയിട്ട് സ്റ്റേജിൽ ഞങ്ങൾ സദസ്സിൽ ആരുണ്ട്. ഞാൻ ചെല്ലി മൈക്ക് അപ്പുറം വെച്ചിട്ട് ഞാൻ അപ്പുറം തേക്കറേ നിങ്ങൾക്ക് വാളാക്കാൻ ആർക്ക്. ഇവിടെ അൽഹംദുലില്ലാ സദസ്സിൽ ആളുണ്ട്, സ്റ്റേജിൽ കുറെ ആളും ഇല്ല. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആവശ്യമുള്ളവർ ഇരുത്തണ്ടെന്നല്ല, ഇരുത്തണം. ഉമറാക്കളൊക്കെ ഇരുത്തണം. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനമൊക്കെ കൊടുക്കണം. അള്ളാഹു നല്ലതിനെ നല്ല പോലെ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഉമ്മാന്റെ ദുആക്കെതിരെ മോണ് ദ്വാരെന്ന പഠിച്ചോനെ, എന്നെ അയാളെ പോലെ ആക്കണ്ട അല്ലാ. അയാള് കിബ്രനാണ്, അയാള് നരകക്കാരനാണ്. എനിക്കതുകൊണ്ട് അങ്ങനെ ആവണ്ട. ഇപ്പൊ ഉമ്മടെ ആസേ, ഇപ്പൊ അബ്ബടെ ആസേ നന്റെ മോണ് റിച്ചാവണു അല്ലേ, നന്റെ മോണ് വലിയ പേരെടുത്തവണാവണു, നന്റെ മോണ് ലീഡറാവണു, നന്റെ മോണ് അതാവണു ഇതാവണു. ശരീഅത്ത് പഠിക്കുന്ന മക്കളൊട്ട് കേട്ട്, എന്റെ മക്കളെ ഇപ്പൊ ശരീഅത്ത് പഠിക്കുക പെൺമക്കൾക്ക് ഇഷ്ടമില്ല. എന്തേ ശരീഅത്ത് പഠിക്കുന്ന മക്കളെ ആൻസർ ഉസ്താദ് അങ്ങ് കേട്ടൊള്ളാറ് എന്തിനെ കേക്കിടേ, ഇതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഇല്ല. ശരീഅത്ത് പഠിച്ചത് കൊണ്ട് ബെനിഫിറ്റ് ഇല്ല. പിന്നെ പാരാമെഡിക്കൽ ആക്കിയെങ്കിൽ, പിന്നെ ഒരു കോഴ്സ് ആക്കിയെങ്കല്ല ബെനിഫിറ്റ് ഉണ്ടു. അപ്പൊ ഇൽമ കൊണ്ട് ബെനിഫിറ്റ് ഇല്ല എന്നുള്ള രൂപത്തിലേക്ക്. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും പാരാമെഡിക്കൽ കൊണ്ടും മറ്റും ഉപകാരം ഇല്ലെന്നോ വേണ്ടെന്നൊന്നുമല്ല പറയുന്നത്. ഇൽമ കൊണ്ട് ദുനിയാവും ആഖിറവും രക്ഷപ്പെടുന്നു. ഒരു ഉമ്മ ഒരു ഉപ്പ മക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് ഇൽമാണ്. അത് ഇൽമാണ്. അവർക്ക് ഇൽമ പഠിപ്പിച്ചു കൊടുക്കലാണ്. ഇൽമ പഠിപ്പിച്ചു കൊടുക്കണം. ഇൽമില്ലാത്തവന്റെ ഒന്നും സ്വഹീഹല്ല അല്ലേ. ഇൽമിൽ അഅമാലുഹു മർദൂദത്തുൻ ലാ തുഖ്ബലൂ. ഇൽമുണ്ടാകണം മക്കൾക്ക്. അല്ലാഹുവിനെ പറഞ്ഞു കൊടുക്കണം, റസൂലുള്ളാഹിനെ പറഞ്ഞു കൊടുക്കണം, അംബിയാ മുർസലീങ്ങളുടെ സ്റ്റോറികൾ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുക്കണം. ദിക്റുൽ അംബിയാ ഇബാദ. അംബിയാ മുർസലീങ്ങളുടെ ചരിത്രങ്ങൾ അറിയണം, ഔലിയാക്കന്മാരുടെ ചരിത്രം അറിയണം. ഉറൂസിലൂടെ വയലിലൂടെ നന്മ നമ്മുടെ മനസ്സുണ്ട് മക്കളുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കണം. മക്കൾ നല്ല മക്കളാകണം. നല്ല മക്കളാകാൻ ഉമ്മമാർ മനസ്സ് കാണിക്കണം, ഉപ്പമാർ മനസ്സ് കാണിക്കണം. ജീവിതത്തിൽ അവർ വഴിതെറ്റാതിരിക്കാൻ വേണ്ടതൊക്കെ എന്തൊക്കെയാണോ അതെല്ലാം ചെയ്യുന്നവരാകണം അല്ലേ. ഉബൈദുൽ യമാനി തങ്ങളെ പറ്റി പറയുന്നത്, അദ്ദേഹം രാത്രിയെ 3 ഡിവൈഡാക്കുന്നു. ജാവ് നൈറ്റ് എന്നുള്ളത് 3 പാർട്ടാക്കിയിട്ട് മഹാന്മാര് പറയുന്നു, അതിൽ ഒരു ഭാഗം ഓരോതി ലിനഫ്സിഹി, സ്വന്തത്തിന് ഇബാദത്തിനാണ്. രാത്രിയുടെ ഒരു ഓഹരി സ്വന്തത്തിന്റെ ഇബാദത്തിനാണ്. പിന്നെയോ രാത്രിയുടെ 3-ൽ പിന്നെ ഒരു ഓതി, അത് പിന്നൊരു ഒരു മകൻക്കുള്ള ഇബാദത്തിനാണ്. പിന്നെ ഒരു ഓതി പിന്നൊരു മോൻകാൻ. ഇങ്ങനെ രാത്രി 3 ഓതി വെച്ചിട്ട് ആ 3 ഓതിരെ സ്വന്തത്തും മക്കൾക്കും ഡിവൈഡാക്കി കൊടുത്തിട്ട് രാത്രി മുഴുവനും വീട്ടിൽ ഇബാദത്താണ്. ആജാറ് പള്ളിക്ക് പണ്ട് ആജാർക്ക് തറാവീഹ് ഉണ്ടു, കമ്മിറ്റി മെമ്പർക്ക് തറാവീഹ് ഉണ്ടു, ലീഡർക്ക് തറാവീഹ് ഉണ്ടു, സുബഹി ഇമാമ് ജമാഅത്തുണ്ടു. ഞങ്ങൾ ആ ഉത്തുല്ല മക്ക, ആ മക്ക സുബഹി നിസ്കരിച്ചിറാറാ, അങ്ങ് ഖുർആൻ ഓതിറാറാ, അങ്ങ് ദിക്ർ ചൊന്നുറാറാ ഇല്ല.
ഈ വളർന്നു വരുന്ന മക്കൾ സോഷ്യൽ മീഡിയയുടെ പിന്നാലെ, അവർ ഓൺലൈൻ ഗെയിമുകൾക്ക് പിന്നാലെ, അവർ ആരാന്റെ പ്രണയത്തിന്റെ പിന്നാലെ, അവർ ഏതോ ലോകത്തില്. അന്ത്യനാൾ അടുത്തു വരുമ്പോ മക്കൾക്ക് ദേഷ്യം കൂടുതലാണ്. മക്കൾ ദേഷ്യപ്പെടുന്ന മക്കളായി വരികയാണ്. മക്കൾക്ക് ഉമ്മ ചൊന്നെങ്കിൽ ഇതെന്തൊരു കിരികിരി, ഉമ്മയുടെ കിരികിരി തപ്പകില്ലല്ലേ. വാപ്പയോ, വാപ്പ മിണ്ടിയാ യാറെ കിരികിരിയാക്കിയെങ്കിൽ സുസൈഡാക്കുക അല്ലേ. മിണ്ടാൻ കഴിയാത്ത കാലമാണ്. മക്കളോട്, കുടുംബത്തോട് ഉപദേശിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഉമ്മക്കും ഉപദേശിക്കാൻ കഴിയുന്നില്ല, ഉപ്പക്കും ഉപദേശിക്കാൻ കഴിയുന്നില്ല. ഉപദേശം മക്കൾക്ക് ഇഷ്ടവുമല്ല. ഉപദേശം അല്ലേ. പഴയകാല ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു ഒരുപാട് ചിന്തിക്കുന്ന ആളാണ്, ഒരുപാട് ആലോചിക്കുന്ന ആളാണ്, ചിന്തിക്കുന്ന ആളാണ്. കസീറുത്ത് തഫക്കുർ. അദ്ദേഹം വളരെ നന്ദിയുള്ള മനുഷ്യനാണ്, ഒരുപാട് ചിന്തിക്കുന്ന ആളുമാണ്. ആ മഹാനവരുകൾ ഒരുപാട് വസിയത്തുകൾ പറയുന്നുണ്ട്, ഒരുപാട് വസിയത്തുകൾ പറയുന്നുണ്ട്. അള്ളാന്റെ റസൂലും പറഞ്ഞല്ലോ, അന്ത്യനാൾ അടുത്തു വരുമ്പോ വൽ വലദു ഗൈളാ, മക്കൾ ഭയങ്കരമായ ദേഷ്യം, അർസ അല്ലേ. എല്ലാ ഉമ്മാരും പറയുന്നത്, അബ്ബർ എല്ലാരെയും കംപ്ലൈന്റ്, ഉസ്താദേ മോള് ചൊന്ന പോലെ കേൾക്കില്ല, മോള് ചൊന്ന പോലെ കേൾക്കില്ല. അന്ത്യനാൾ അടുത്തു വരുമ്പോ മക്കൾക്ക് ഈ ചൊല്ലുന്നത് ഇഷ്ടമല്ല, അവരെ ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ആകുന്ന കാലം വന്നാലും നമ്മൾ നമ്മുടെ മക്കളോട് നല്ല ശൈലിയിലാകണം. വബിലീനിൽ കലാം, നല്ല സൗമ്യമായിട്ടുള്ള ഉപദേശം അല്ലേ, സൗമ്യമായി കൊടുക്കേണ്ടത്. അങ്ങനെ കേട്ടതെല്ലാം കൊടുക്കലല്ല സന്തോഷം. അൽ മാലു വൽ ബനൂൻ, മുതലും മക്കളും അത് ദുനിയാവിന്റെ സീനത്താണ്, ദുനിയാവിന്റെ ജീവിതത്തിന്റെ സീനത്തുകളാണ്, സന്തോഷങ്ങളാണ്, സൗന്ദര്യങ്ങളാണ്. അതിനോ ആഖിറത്തിലെ നന്മയുടെ വഴിയിൽ ചെലവഴിച്ചാൽ വലിയ പ്രതിഫലവുമുണ്ട്. അല്ലെങ്കിൽ അതുകൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വലിയ നഷ്ടം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നവരാണ്. നമ്മുടെ മക്കൾക്ക് നല്ല ഉപദേശം കൊടുക്കണം. അള്ളാന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്ടില് ആ കുടുംബത്തിലേക്ക് അല്ലാഹു ബറക്കത്ത് ചെയ്യുമെന്ന് ഹദീസിലുണ്ട്. ഉമ്മ, വാപ്പ, മക്കളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കണം, പേരമക്കളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. നമുക്ക് അല്ലാഹു തന്ന ഒരു നിഅമത്തല്ലേ അതെല്ലാം. മക്കളില്ലാത്ത എത്രയെത്ര ആളുകളുണ്ട്. യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയുന്നു, നിരന്തരമായി 7 ദിവസം നോമ്പെടുത്ത് മഗ്രിബിന്റെ സമയമാകുമ്പോ യാ മുസവ്വിറു യാ അല്ലാഹ് എന്നുള്ള ദിക്റുകൾ ധാരാളം ചൊല്ലി, പകൽ ഒരുപാട് ഇസ്തിഗ്ഫാറും ചൊല്ലി ദുആ ചെയ്താൽ അവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കുമെന്നാണ്. ഒരുപാട് കാലം മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ നിരന്തരമായി സുന്നത്ത് നോമ്പെടുത്ത് യാ മുസവ്വിറു യാ അല്ലാഹ് എന്നുള്ള ദിക്ർ ചൊല്ലി, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലി, ധാരാളം ദുആ ചെയ്ത് അല്ലാഹുവിന് വേണ്ടി, പടച്ച റബ്ബിന് വേണ്ടി നേർച്ചകൾ നേർന്ന് ഒരുപാട് ദുആകൾ ചെയ്യുമ്പോ അല്ലാഹു മക്കളെ കൊടുക്കുന്നു. സാലിഹീങ്ങളായ മക്കളെ കിട്ടാൻ ദുആ ചെയ്യണം. ഒരുപാടാണോ പെണ്ണോ മക്കളുണ്ടത് കൊണ്ടായില്ല, ഉള്ള മക്കൾ സാലിഹീങ്ങളാകണം, സാലിഹീങ്ങളായ മക്കളെ കിട്ടണം. അങ്ങനെയുള്ള മക്കളെ കിട്ടിയാലാണ് ഒരുപാട് സന്തോഷങ്ങളും സമാധാനങ്ങളും ഐശ്വര്യങ്ങളും കിട്ടുന്നത്. കിട്ടുന്ന മക്കൾ സ്വാലിഹീങ്ങളായ മക്കളായാൽ വലിയ നേട്ടമാണ്, വലിയ സന്തോഷമാണ്, വലിയ ആനന്ദമാണ്. അല്ലാഹു തആല നമുക്ക് തരുന്ന ഒരു വലിയ ഐശ്വര്യമാണ് സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടുക എന്നുള്ളത്. അല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനി വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. സ്വാലിഹീങ്ങളായ മക്കളെ കിട്ടാൻ ദ്വാരക്കണം. ആണും പെണ്ണും ഏതും വിരോധമല്ല, മക്കള് സ്വാലിഹാകണം. ആലിമോ ഹാഫിളോ ആണെങ്കിലും അല്ലെങ്കിലും, ലീഡറോ അല്ലാതെയോ ആണെങ്കിലും അല്ലെങ്കിലും, ഡോക്ടറോ എഞ്ചിനീയറോ ആണെങ്കിലും അല്ലെങ്കിലും സ്വാലിഹായ മക്കളെ കിട്ടണം. അതിന് അല്ലാഹുവിനോട് ദുആ ചെയ്യണം, ധാരാളമായിട്ട് ദുആ ചെയ്യണം. ഇത് മങ്ങിലായിട്ട് ഫസ്റ്റ്
ഇപ്പൊ വേണ്ട, തെല്ല് പോവട്ട് അല്ലെ, ഇപ്പൊ മക്ക വേണ്ടാൻ. ചില ഉമ്മാരെന്നെ പറയുന്നല്ലോ മക്കളോട്, അർജന്റാക്കണ്ട, ഇപ്പൊ വേഗത്തുകന്ത് മക്ക വേണ്ട. അങ്ങനെയാക്കാൻ പാടില്ല. ആയതിനെ ഒഴിവാക്കുകയും ചെയ്യുന്നു. ഇപ്പൊ വേണ്ട. അങ്ങനെ വേണ്ടാന്ന് വെച്ച പലരും ഇന്നും മക്കളില്ലാതെ സങ്കടത്തിലാണ്, ബേജാറിലാണ്, ബുദ്ധിമുട്ടിലാണ്. അല്ലാഹുവാണ് അവൻ തരുന്നവൻ. ഹുവൽ മുഅ്തി ഹുവൽ മാനി ലാ മാനിയ ലിമാ അഅ്തൈത വലാ മുഅ്തി ലിമാ മനഅത ചൊല്ലുന്നവരല്ലേ നമ്മൾ. അതുകൊണ്ട് മക്കൾ സ്വാലിഹീങ്ങളാകണം. അതിന് മക്കൾക്ക് നമ്മൾ എന്ത് വേണം? നല്ല ഉപദേശം. ലുക്മാനുൽ ഹക്കീം തങ്ങൾ മകനോട്, പൊന്നുമോനോട് പറഞ്ഞ വസിയത്തുകൾ അറിയാലോ? അത് എത്ര സ്നേഹത്തിലാണ്. യാ ബുനയ്യ, പൊന്നുമോനേനെ വിളിച്ചുകൊണ്ടിട്ടുണ്ട്. ഒരുപാട് വസിയത്തുകൾ ആ മഹാനവരുകൾ ചെയ്തല്ലോ. ആ മഹാൻ ചെയ്യുന്ന വസിയത്തുകൾ വളരെ അത്ഭുതമാണ്. മോനോടെപ്പോഴും പറയുന്ന വാക്കാണ് യാ മുനയ്യ, പൊന്നുമോനെ, അവ്വലുൽ ഖളബി ജുനൂൻ. മോനെ, ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യം, അർസ വരാൻ പാടില്ല. അത് ഒരു തരം ഭ്രാന്താണ് അല്ലേ? ഭ്രാന്ത്. ഈ അർസ വരുമ്പോഴാണ് ഒരു മനുഷ്യന് ഭ്രാന്ത് പിടിക്കുക. അപ്പോൾ അവനല്ല ഖളബു മിനശ്ശൈത്താനിർ റജീം. ദേഷ്യം പിടിക്കുമ്പോ എന്തെങ്കിലും പറയാൻ പാടില്ല. അത് മക്കളോടാണെങ്കിലും ഭാര്യയോടാണെങ്കിലും ഉമ്മാടാണെങ്കിലും. അർസ വരുമ്പോ ചില ആള് പറയലുണ്ടതാ, ഞാൻ അർസവൻ നിങ്ങൾ ആള് സമയില്ല അല്ലേ, നന്റെ അർസവർ പാട്ടണ്ട. ഈമാനുള്ളവരോട് വിജയത്തിന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് തന്നെയാണ്. അർസം വരാൻ പാടില്ല എന്തിലും ഏതിലും. അത് നമ്മുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളോടാണെങ്കിലും ശരി, ആരോടും അർസം വരാതെ, അർസം കാണിക്കാതെ സൂക്ഷിക്കണമെന്നുള്ളതാണ്. മക്കളോട് ഇപ്പൊ സൈക്കോളജി ഒക്കെ പഠിച്ച ഈ കാലഘട്ടത്തില് നമ്മുടെ ദേഷ്യം മക്കൾക്ക് ഇഷ്ടല്ല, നമ്മൾ പറയുന്നത് മക്കൾക്ക് ഇഷ്ടല്ല. ആരോടും ദേഷ്യപ്പെടാൻ പാടുള്ളതല്ല, അരിസം ഒഴിവാക്കണം. ഈ അരിസം കൂടിയാൽ നമ്മുടെ BP സംബന്ധമായ രോഗങ്ങൾ പിന്നീട് വരാൻ, അതുപോലെ മനുഷ്യന് ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടായിട്ട് ഒരുപാട് രോഗങ്ങളിൽ വരാൻ, ശരീരം ഹീട്ടാവാൻ, ചൂടാകാൻ, ഇതിനൊക്കെ കാരണമാണ് ഈ ദേഷ്യം വരിക എന്നുള്ളത്. ദേഷ്യം വരാതെ അർസബറാണ്ട് മക്ക ഉമ്മ അബ്ബ ഗലാട്ടാക്കരുത്. ഞങ്ങളെ മക്ക കാണോ തീറ അതിന്റെ അത്ത ഗലാട്ട ആക്കാന്നല്ലവാ. ഒണിച്ചു വെച്ചിട്ട് ഗലാട്ടാക്കുന്നില്ലല്ലോ, ഗലാട്ടാക്കണ്ട. അഥവാ എന്തെങ്കിലും അപ്പുറം ഇപ്പുറമൊക്കെ ഉണ്ടെങ്കിൽ പോലും മക്കൾ ഇത് കണ്ടുപോകാൻ പാടില്ല. ഈ പറയുന്നത്, ചീത്ത വിളിക്കുന്നത്, അബ്ബക്ക് വിളിക്കുന്നത്, ഉമ്മക്ക് വിളിക്കുന്നത് അല്ലെ, എന്തെല്ലാം വിളിക്കുന്നത്. മദ്രസ ഉസ്താദ് കേട്ടല്ല, സൈത്താന്റെ നോക്കിറ മക്കളേന്ന് കേട്ടല്ല, മക്കളെ നോക്കിറ ഉസ്താദ് എവിടെ ഔത്തു ആരെയും നേട്ടു. ഉസ്താദന്റെ ഉമ്മ, നിന്റെ ഉമ്മ സൈത്താനാ? അല്ല. പിന്നെന്ത്? മോനോട് ചോദിച്ചു ഉസ്താദ് എങ്ങനെ കേൾക്കുമ്പോ മോന് ചെന്നു, ഉസ്താദ് അബ്ബയെപ്പോഴും ഉമ്മയുടെ വിളിക്കടെ സൈത്താനേന്ന് അല്ലേ. അങ്ങനെയുണ്ട് ചില സംസ്കാരം, കൾച്ചറില്ലാത്ത ആളുകൾ. അവരത് ദേഷ്യം വന്നാൽ പോലും നമ്മുടെ മക്കളത് പഠിക്കുകയാണ്. ആ കൾച്ചർ, ആ സാഹിത്യം അവർ അങ്ങനെ പഠിച്ചു പോവാൻ. അതുകൊണ്ട് അർസം വരാനും പാടില്ല. വന്നാൽ നിയന്ത്രിക്കുന്നവനാണ് മുഅ്മിന്. അർസ വരുമ്പോ അല്ലേ, നമുക്ക് ഏറ്റവും പറ്റിയത് എന്താണ്? ചീത്ത പറയാ. ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുമ്പോ അപ്പുറത്തുള്ള ആള് പോയെങ്കിൽ ഗ്ലാസ് ഇട്ടിട്ടിന്നെങ്ങും ഓന്റെ തെല്ല് വെട്ട് വീഴ്ചയില്ലെങ്കിൽ നമുക്ക് സമാധാനം ഇല്ല. കണ്ണ് പൊട്ടിയല്ലോ ഇവിടെ ഗ്ലാസ് ഇട്ടതവണ് ചൊന്നത് കേട്ടില്ലെങ്കും ആവും, ഞങ്ങൾക്കൊരു സമാധാനം. പറഞ്ഞല്ലേ, പറഞ്ഞിട്ടാകുമ്പോ ഒരു കൊസി ആൾക്കാർക്ക്. വേറൊരാളെ പറയുന്നത് കൊണ്ട് കൊസിയുള്ള ആള് മുഅ്മിനല്ല. വേറൊരാളെ പറഞ്ഞിട്ടാകുമ്പോ നമുക്ക് അങ്ങനല്ലേ, ശത്രു അർസുള്ളാണ് തെല്ല് വെട്ടിട്ടിട്ടാകുമ്പോ ഞങ്ങൾക്കൊരു റായത്ത് അല്ലേ. നല്ല കാറിലൊർത്ത പോയിട്ടാകുമ്പോ ചൊന്നാല് ആൾമാറല്ല, ഭാര്യ നല്ല കാറ്, ഭാര്യ നല്ല മനസ്സ ചൊല്ലുമ്പോ ഞമ്മക്ക് എന്തേലാണോ ഓണാ ഓണ്ടാണേ പാറല്ല ചൊന്നെങ്കിൽ നിങ്ങൾ കാക്കരച്ചി തുപ്പാർ അത്ര അങ്ങ് ചൊന്നെങ്കിൽ ഒരു സമാധാനം. എന്തേ റായത്തില് കാറിൽ പോകുമ്പോ ഞമ്മക്ക് റായത്ത് കൊറോടിയുണ്ടു അല്ലേ. അങ്ങനെ മക്കൾക്ക് മാർക്ക് യാറെ കിട്ടുമ്പോ ഞങ്ങൾക്ക് റായത്ത് കൊറോടിയുണ്ടു. അങ്ങനെയല്ല, കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മളെ മക്കളോട് എപ്പോഴും ഇതാ ഓണ്ട നോക്കി പടി, അത് അവന്റെ പടി നോക്കൂല കാണില്ല, മാർക്ക് കാണില്ലേ, ഓണുക എത്ര ഗിഫ്റ്റ് കിട്ടിയത് കാണില്ലേ, എത്ര പ്രൈസ്, എത്ര സർട്ടിഫിക്കറ്റ്.
പാടില്ല. ഒരാളോടും ഒരാളെ നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ഈ മക്കളുടെ മനസ്സ് ഇന്നിപ്പോ വീക്കാണ്. ഈ പഴയ കാലം പോലെയല്ല. ചെറിയ മക്കളെ മനസ്സൊക്കെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനാണ് സൂസൈഡ് ചെയ്തത്. ഈ സമുദായത്തിൽപ്പെട്ട പൊന്നുമോനാണ്. ആണും പെണ്ണിന്റെയും മനസ്സൊക്കെ സോഫ്റ്റാണ്. കാരണം അവർക്ക് പഴയതുപോലെ അറിയില്ല, പഴയതുപോലത്തെ കഷ്ടം അറിയില്ല, വിഷമങ്ങളില്ല, ബേജാറില്ല, കഷ്ടപ്പാടില്ല, ബുദ്ധിമുട്ടില്ല. ഈ മക്കള് സുഖത്തോടെ വളർന്ന മക്കളാണ്. ഇവർക്കിത് താങ്ങാൻ കഴിയുന്നില്ല, കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് പൊന്നുമക്കള് ഉമ്മ പറഞ്ഞതിന് കൈമുറിച്ച മക്കളുണ്ട്. അന്യ സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരന് പ്രണയിക്കുന്ന പൊന്നുമോളോട് ചോദിച്ചു, അല്ല മോളെ, എന്തിനാണ് നിനക്കിത് വേണോ? നീ നിന്റെ ഉമ്മാന്റെ ഉപ്പാന്റെ ഒരേ ഒരു മോളല്ലേ, നിക്കിത് വേണ? അപ്പൊ ആ പൊന്നുമോള് പറയുന്നു, ഉസ്താദേ, നന്റെ ഉമ്മകും അബ്ബകും നന്റെ ഇഷ്ടല്ല, അങ്ങ് ക്യാറിങ് ഇല്ല, നന്റെ അങ്ങ് ക്യാറാക്കില്ല. ഇപ്പത്തെ മക്കൾക്ക്, ആൺമക്കൾക്കും പെൺമക്കൾക്കും നമ്മൾ ക്യാരിങ് കൊടുക്കണം. അവരെ കേൾക്കാൻ റെഡിയാകണം, അവരടുത്തിരുന്ന് സംസാരിക്കണം, സുഖദുഃഖങ്ങൾ ചോദിക്കണം. ഒരമണിക്കൂർ മോനോട് മോളോട് ഉമ്മയും ഉപ്പയും മിണ്ടാൻ സമയം കണ്ടെത്തണം. പ്രായപൂർത്തി എത്താൻ പോകുന്ന മക്കളോട് നിർബന്ധമായും 11, 12, 13 വയസ്സൊക്കെയുള്ള മക്കളോട് അടുത്തിരുത്തിയിട്ട് അവരോട് സംസാരിക്കണം. സുഖം ചോദിക്കണം, ദുഃഖം ചോദിക്കണം, മാർക്ക് ചോദിക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം, അവർക്ക് ഗിഫ്റ്റ് കൊടുക്കണം, അവരെ ആശ്വസിപ്പിക്കണം, അവരെ കെട്ടിപ്പിടിക്കണം, അല്ലേ, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യണം, ഒക്കെ വേണം മക്കൾക്ക്. അവരെ ഉമ്മ വെക്കണം, അവരെ സന്തോഷിപ്പിക്കണം, അവരെ വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കണം, അവരുടെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ഭക്ഷണം വാങ്ങി തിന്നണം. ഈ സ്നേഹം കൊടുക്കാതെ പോയാൽ, നമ്മുടെ മക്കൾ ആ സ്നേഹം കിട്ടാതെ പോയാൽ, ഈ സ്നേഹം ആരിൽ നിന്ന് കിട്ടുന്നുവോ അവരുടെ പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. അല്ലാഹുവേ, നീ ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ലുക്മാനുൽ ഹക്കീം തങ്ങൾ പറയുന്നു, നീ ദേഷ്യം വന്നാൽ അപ്പോൾ ഭ്രാന്താണ്, അപ്പൊ ഭ്രാന്തനെ പോലെയാണ്. പിന്നീടോ വലിയ സങ്കടത്തിന് കാരണമാകും, വലിയ ബേജാറിന് കാരണമാകും. അർസബന്നെപ്പ തീർമാനെടുക്കു തീറ, അർസബന്നെപ്പ എന്തും അർസുള്ള സമയത്ത് എന്താക്കാൻ പാടില്ല. അൽ ഖളബു മിനശ് ശൈത്താനിർ റജീം. ഈ ദേഷ്യം എന്നുള്ളത് ശൈത്താനിൽ നിന്നാണ്. അർസ ബർപ്പാട്ടും ശൈത്താൻ, അർസ ബറാണ്ട്. അത് മീറ്റിംഗ് ആയെങ്കും സമ, അത് പള്ളി ആയെങ്കും സമ, അത് ഫാമിലി ആയെങ്കും സമ, അല്ല ഫ്രണ്ട് സർക്കിളിന്റെ ഇടയിലായെങ്കിലും സമ. അരിസം വരുന്ന സമയത്ത് വേണ്ടത് അവൻ മിണ്ടാതിരിക്കുക, ഇരുന്നാൽ നിൽക്കുക, നിന്നാൽ നടക്കുക, ഒളോടുക്കുക, സുന്നത്ത് നിസ്കരിക്കുക, ഇങ്ങനെ ദിക്റുകൾ ചൊല്ലുക, സ്വലാത്തുകൾ ചൊല്ലുക. നമ്മൾ മൈൻഡ് ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ അരിസത്തിൽ നിന്ന് മാറണം. അരിസം കൊണ്ടുവെക്കാൻ പാടുള്ളതല്ല, അരിസം മനസ്സിൽ വെക്കാൻ പാടില്ല. അരിസം വെക്കുന്നവർ വെച്ചോട്ടെ, നമ്മളതെല്ലാം ഒഴിവാക്കേണ്ടവരാണ്. നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, മോനെ, അർസ വന്നിട്ട് നീ ഗളാട്ടാക്കിയെങ്കിൽ ഈ മക്കളെ മനസ്സങ്ങനെ എങ്ങനെ ഗളാട്ടാക്കിയിട്ട് കിട്ടുണ്ടായെങ്കിൽ, അല്ലെ, ബുൾപുട്ടപ്പ കിട്ടുമെങ്കിൽ മക്ക ബുൾപുട്ടുവാർ മൊബൈലിൽ വേണായിട്ട്. ബുൾപുട്ടെങ്കിൽ കിട്ടില്ല, അർസവന്നും കിട്ടില്ല. ഈ മക്കൾക്ക് ഈ സംസ്കാരം വീട്ടിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ ലുക്മാനുൽ ഹക്കീം തങ്ങൾ പറയുന്നു, യാ ബുനയ്യ, പൊന്നുമോനെ, ഇന്നി ഖദ് നബ്ദിംതു അലൽ കലാം. ഞാൻ മിണ്ടിയതിന്റെ പേരിൽ ബേജാറിലായിട്ടുണ്ട്. പൽക്ക പറഞ്ഞ വിഷയത്തിൽ നിനക്ക് പിന്നെ ബേജാറായിട്ടുണ്ട്, ഖേദം വന്നിട്ടുണ്ട്. പക്ഷേ വലാല സുകൂത്ത്, മിണ്ടാണ്ടിരുന്നതിൽ ഞാൻ ഒരിക്കലും ബേജാറായിട്ടില്ല. മിണ്ടിയത് അർസവന്നപ്പവും അല്ലാതെയും മിണ്ടണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചൊന്നത് സമായില്ല. ഈ വിഷയത്തിൽ ബേജാറുണ്ടോ? മിണ്ടാതിരുന്നതിൽ ബേജാറില്ല. ഇന്നത്തെ മക്കളോട് നിങ്ങൾ പോയിട്ട് മിണ്ടണ്ടെന്ന് പറയണ്ട. ഇന്നത്തെ മക്കളോട് ചലനത്തിൽ മുണ്ടോർ മക്കളെ മുണ്ടോറൂന്ന് അല്ലേ, മക്ക മുണ്ടില്ല, ആരട്ടും മുണ്ടില്ല. ഈ മൊബൈലിലും ഈ ഇന്റർനെറ്റിലും ഈ സോഷ്യൽ മീഡിയയിലും ഈ മക്കൾക്ക് ആരുമില്ല. ആരെങ്കിലും കേട്ടെങ്കിൽ മക്കൾ ഇട്ടതാർ അത് ആന്റി അല്ലേ, പിന്നെ അത് കസീന് ആയി തീർന്നു. ഇത്ര രണ്ടും കസീന, അങ്കിൾ, ആന്റി, ഇത്ര മക്കൾക്കൊന്നും അറിയില്ല, ആരും അറിയില്ല, പരിചയമില്ല, ഗുർത്തില്ല. ഈ രൂപത്തിലാവരുത് നമ്മുടെ മക്കൾ. വഴിതെറ്റിപ്പോകാതിരിക്കാൻ ഉമ്മയുടെ സ്നേഹം, ഉപ്പയുടെ സ്നേഹം മക്കൾക്ക് കിട്ടണം, അത് കൊടുക്കണം.
എങ്ങനെ നിസ്കാരത്തിലും ദിക്റിലും സ്വലാത്തിലും മക്കളെ കൂടെ കൂട്ടണം. പള്ളിയിൽ വരുന്ന ഉപ്പ തറാവീഹിൽ വരുമ്പോ മോനെയും കൂട്ടിയിട്ട് വരണം. ക്ലാസ്സിന് വയലിന് പോകുന്ന ഉമ്മ വയലിന് വരുമ്പോ മകളെയും കൈപിടിച്ചിട്ട് വരണം. അങ്ങനെയാണ്. അവരെ ഒഴിവാക്കിയിട്ടല്ല, അവര് വേറെയല്ല, അവരെ ഫ്രണ്ട് സർക്കിളിന്റെ കൂടെയല്ല. ആവശ്യത്തിന് അങ്ങനെ ചെയ്യാമല്ലാന്നല്ല. എപ്പോഴും ഉമ്മയുടെ കൂടെ ഉപ്പയുടെ കൂടെ മക്കളുണ്ടെങ്കിൽ ആ മക്കൾ വഴിതെറ്റാതിരിക്കാൻ വലിയ കാവലാണ്. ഉമ്മ ശപിക്കാൻ പാടില്ല, ഉപ്പ ശപിക്കാൻ പാടില്ല. മകന്റെ ബുദ്ധി നന്നാവാത്തതിന്റെ പേരിലോ മക്കള് തെറ്റ് ചെയ്തതിന്റെ പേരിലോ അവർക്ക് ശാപം വെച്ചു പോയാൽ ലഅനത്ത് ചെയ്യാം. ശാപ വെക്കുന്ന നല്ല പണിയല്ല ആർക്കും. അതിന് മക്കൾക്കാണെങ്കിൽ എന്തായെങ്കിലും പാടില്ല. നിങ്ങളെ മക്കൾക്ക് ശാപ വെച്ചേണ്ട കണ്ടെങ്കിൽ പിന്നെ മക്കൾക്ക് ശാപം വെച്ചു പോയാൽ മക്കളുടെ ഓരോ ആക്ടിവിറ്റീസ് നോക്കണം. അവരുടെ ഡ്രസ്സിങ്, അങ്ങനെ മുടി അല്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതാണ്, ശാപമുള്ളതാണ്, ഇടങ്ങേറാണ് മുടി ക്രോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യൽ അല്ലേ. മുടി പെരുന്നാളൊക്കെ വരുമ്പോ നല്ല നോമ്പ് പിടിച്ച മോണു മുടിയും ഡ്രസ്സും യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും മരീഷ വലിബാസു തഖ്വാ ദാലിക ഖൈർ. അതായത് മുടിയും വേഷവിധാനങ്ങളും ഇസ്ലാമികമാക്കണം. ഡ്രസ്സിങ് ചെറിയ മക്കല്ല തൊന്തരയില്ല, പെൺമക്കായ ജീൻസ് പാറ്റിട്ട് മക്കല്ല തൊന്തരയില്ല. ഇങ്ങനെ പഠിപ്പിച്ച് ഈ മക്കൾ അവരുടെ വേഷഭൂഷണങ്ങളിൽ മാറ്റം വന്നു, അവരുടെ മൈൻഡ് സെറ്റ് ചേഞ്ചായി. അങ്ങനെ ആകാൻ പാടില്ല. നമ്മുടെ ഉമ്മയും ഉപ്പയും അവരുടെ തലമുടി അല്ലേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ, ആ മഹാനുഭാവൻ വലിയ രാജാവിന്റെ പൊന്നുമോനല്ലേ, വലിയ പേര് കേട്ടയാളല്ലേ, വലിയ മഹാനല്ലേ. ഒരു നാള് നിസ്കാരത്തിന് വരുമ്പോ മസ്ബൂക്കായി എന്ന് പറഞ്ഞെങ്കിൽ ഇമാമ് ജമാഅത്ത് തീർന്നിട്ടില്ല. ഫസ്റ്റിലത്തെ റക്അത്ത് കിട്ടിയിട്ടില്ല. ഫസ്റ്റിലത്തെ റക്അത്ത് കിട്ടാത്തപ്പോ അവിടത്തെ ഉസ്താദ് ബഹുമാനപ്പെട്ടവരുടെ ഉപ്പാക്ക് കത്തെഴുതി, നിങ്ങളെ മോണ് നിസ്കാരത്തേക്ക് പറയുമ്പോ ലേട്ടായിരാ, അതൊക്കെ കാരണ കേട്ടപ്പ ഉസ്താദ് വിളിച്ചിട്ട് കാരണ കേക്കറി. എന്റെ മോനെ കാരണ കേക്കുമ്പ ഇന്ന് മദ്രസക്കെല്ലാം പോകുമ്പോ ഉമ്മ ചൊന്നു കൊടുക്കറ്, ഉസ്താദ് കേട്ടെങ്കിൽ ചൊല്ലണു, അജ്ജിക്ക് സീരിയസ് ഇന്ന് അങ്ങനെ പോയിട്ട് വന്നേന്ന് ചൊല്ലണു. ഉസ്താദ് മെല്ലെ മുട്ട വെച്ചിട്ട് മോണ് എവിടെ പോയിരു നേര് ചൊല്ലണു, നിക്കുന്ന ഗിഫ്റ്റ് തന്നെ നേര് ചൊല്ലണു. നേരെ ഞങ്ങൾ സിറ്റി സെന്റർക്ക് പോയിട്ട് അങ്ങനെ ചുറ്റിട്ട് ബീച്ചുകളെല്ലാം പോയിട്ട് വന്നേരും. ഉമ്മ ചൊന്നു ചൊല്ലണു. ഉസ്താദ് ഉമ്മ കേട്ടെങ്കിൽ ഞാൻ ചൊന്ന ബിസിയെ വേണ്ട. ആര് മക്ക ഉമ്മന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന പണ്ടോ കളവ് പറയല്ല എന്നുമ്മ ചൊന്നാര്. ഇന്നതല്ല, ഇന്ന് മക്കൾക്ക് കളവ് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉമ്മയാണ്. കേട്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലണു, ഉസ്താദ് കേട്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലണു, ഞങ്ങൾ ഇല്ലാണ്ട് ചൊല്ലണു, ഉസാറില്ലാണ്ട് ചൊല്ലണു. അങ്ങനെയാണ്. ഏതുമാകട്ടെ ഇപ്പതല്ലേ മദ്രസയിൽ പേടിപ്പാട്ടം ഒന്നില്ല. അരഗಂಟೆയിൽ മക്കളെല്ലാം പഠിപ്പാട്ടണം. മക്കൾക്കെല്ലാം പഠിക്കണം, മക്കൾക്കെല്ലാം അറിയണം. ഇപ്പൊ ഉസ്താദന്മാരെ പേടിയില്ല, അങ്ങനെ പേടിക്കില്ല. എന്ത് ഉസ്താദന്മാർ അല്ലേ? ആ പണ്ടത്തെ മാസ്റ്റർമാരെ കൈക്കും ഉസ്താദന്മാരെ കൈക്കും കൊടുത്ത ബഡി തിരിച്ചു കൊടുത്തെങ്കിൽ എല്ലാ മക്കളും ഗാഞ്ചയിൽ നിന്നും തിന്മയിൽ നിന്നും വേണ്ടാത്തരങ്ങളിൽ നിന്നൊക്കെ ഈ മക്കൾ രാജിവെക്കും, ഉറപ്പാണ്, ഒരു സംശയവും വേണ്ട. ഇന്ന് മക്കൾ 6ാം ക്ലാസ് വരെ പെണ്ണിട്ട് ഉസ്താദ് കേട്ടുള്ള സദർ ഉസ്താദ് അടിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ 6ാം ക്ലാസ് വരെ പെണ്ണുമോളൂ ജയിലുക പോ തീരെ അടിക്കറും. ആര് സദർ ഉസ്താദ് 6ാം ക്ലാസ് വരെ മോളൂ ജയിലിൽ പോ തീരെ അടിക്കറും. ഇങ്ങനത്തെ കാലമാണ്. എന്ത് ചെയ്യാനാണ്, ആരോട് പറയാനാണ്? പിന്നെ ഉസ്താദെ മക്ക ചൊന്ന പോലെ കേൾക്കില്ലാന്ന് പിന്നെ നേർച്ച കൊടുത്തിട്ട് കാര്യമില്ല. അതാത് സമയത്ത് അല്ലേ, പണ്ട് ഉസ്താദ് അടിച്ചേക്ക് കേൾക്കുക. രണ്ടമൗണ്ട് ആരട് ഏത് ഉസ്താദ് അടിച്ചില്ലേ? സദർ ഉസ്താദ് നോക്കാം, ഇപ്പൊ ഭർത്ത നോക്കാം, ആരത് ഞാൻ നോക്കലുണ്ട് നല്ല പറഞ്ഞ് പേടിപ്പിച്ചിട്ട് പറഞ്ഞയാളുണ്ട്. ഇപ്പൊ മക്ക ചൊന്നിതാ ഞങ്ങളെ തൊട്ടേക്ക് രണ്ടപ്പ കമ്മിറ്റിയിലുണ്ടു. രണ്ടപ്പ കമ്മിറ്റി മക്കൾക്ക് സമയത്ത് അറിഞ്ഞ് ഈ കമ്മിറ്റി നില്ലെങ്കിൽ ഭയങ്കര ബിസിയാണ്. ചെറിയ മക്ക രണ്ടപ്പ കമ്മിറ്റി മക്ക മദ്രസ മക്ക ഉസ്താദ്മാരട്ട് ആ രൂപത്തിലായിപ്പോയോ? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥമുള്ളത്? ഏതുമാകട്ടെ മുടി ക്രോപ്പ് കട്ട് ചെയ്തതല്ല. മോൻ പറയുന്നു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറയുന്നു, ഉസ്താദേ ഞാൻ വരാൻ ഒരൽപ്പം വൈകിയത് ഒളോടുത്തിട്ട് ഞാൻ മുടി വാരിയതാണ്. മുടി ഇങ്ങനെ വാരി വെച്ചു, അങ്ങനെ സമയം വൈകിപ്പോയി.
മുടി ഭാര്യപ്പാ വരണം. മുടിയെല്ലാം ഉള്ള ആള്, താടി മുടിയെല്ലാം ഉള്ളോർ എന്താക്കണോ, അതെല്ലാം ബാർന്നിട്ട് ഒരു സെറ്റിങ് ഒരു ഒപ്പിച്ചിട്ട് വെക്കുന്ന നല്ലതാണ്. ഒരു കാണുമ്പോ ഒരു റായത്തുള്ള പോലെ അല്ലെ. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ ചൊല്ലി മുഖത്ത് താടി വെക്കണു, ഇത് ഓരോരുത്തരെ കണ്ടെങ്കിൽ താടിക്ക് മുഖ വെച്ച പോലെ ഉണ്ട് അല്ലെ. മുഖം കാണുന്നേ ഇല്ല, അങ്ങനെ ആകും തീര അല്ലെ. ഒരു വിപൂർത്തി പോലെ കാണുമ്പോ അല്ലെ, കാണുമ്പോ സൗന്ദര്യമല്ലാക്കത് ഇഷ്ടമാണ്. താടിയും മുടിയൊക്കെ മനോഹരമായി ചുരുക്കി, മനോഹരമായി നീട്ടേണ്ടത് നീട്ടി, ചുരുക്കേണ്ടത് ചുരുക്കി മനോഹരമാക്കണം. വാരണം, എണ്ണയിടണം തലയിലേക്കെല്ലാം. നമ്മൾ മക്കൾക്ക് മാത്രമല്ല, നമ്മളും എന്താക്കണം, തലയിലേക്കൊക്കെ എണ്ണ, ആവശ്യമുള്ള എണ്ണയെല്ലാം നോക്കിയിട്ട് എന്താക്കുക, രോമങ്ങളിലും മറ്റുമൊക്കെ എണ്ണയിടണം. അള്ളാഹു തആല നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. താടിക്ക് മുടിക്കൊന്നും കളർ കൊടുക്കാൻ പാടില്ല, കറുത്ത കളർ കൊടുക്കാൻ പാടില്ല എന്നാണ്. ഏതോ ആകട്ടെ അതൊക്കെ വൃത്തിയാക്കണം. ഈ താടി മുടിയെല്ലാം സെറ്റാക്കുന്നല്ല, എല്ലവും വൃത്തിയാക്കേണ്ട ഇടങ്ങളെല്ലവും ആണും പെണ്ണും വൃത്തിയോടെ. നമ്മുടെ മക്കൾ, നമ്മുടെ വൃത്തി, നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസാരം, നമ്മുടെ സംസ്കാരം ഇത് കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത് അല്ലേ. ചെറിയ മക്ക പാമ്പേഴ്സ് ഇട്ടിട്ട് വന്നിട്ട് സുജൂദിടുന്നില്ലേ, ഉമ്മയുടെ മുട്ട വന്നിട്ട് അബ്ബയുടെ മുട്ട വന്നിട്ട്. അതായത് ഈ മക്ക കണ്ട പോലെ പഠിക്കുകയാണ് അല്ലെ. ചെറിയ മക്ക അബ്ബ നടക്കര പോലെ നടക്കര അല്ലെ, ചില മക്ക ബോബ നടക്കര പോലെ ബെത്ത പിടിച്ചുകൊണ്ട് നടക്കര മക്ക. അതായത് അവരുടെ മെമ്മറി കാലിയാണ്. ഈ കണ്ടതവർ പഠിക്കുന്നു, ഈ ഓതിയതവർ പഠിക്കുന്നു. നീ ഖുർആനോദിയാ നിന്റെ മക്കൾ ഖുർആനോതുന്നു, നീ ദിക്റില്ല നിന്റെ മക്കൾ ദിക്റല്ലുന്നു, നീ തസ്ബീഹ്മാല പിടിച്ചാ നിന്റെ മക്കൾ തസ്ബീഹ്മാല പിടിക്കുന്നു. അങ്ങനെ ഓരോന്നും കണ്ടുപഠിക്കുന്ന മക്കളാണ്. പിന്നെ നേർച്ച വെക്കല്ല വേണ്ടത്. രാജാവിന് ഉസ്താദ് കത്തെഴുതി, രാജാവേ നിങ്ങളെ മോനു ഒരു വക്ത് നിസ്കാരത്തുക പറയുമ്പോ ഒരു റക്കായത്ത് മസ്ബൂക്കായി, ലേട്ടായി എന്ന് പറയും. ഇതറിയിച്ചു. ഇപ്പൊ ഇത് ലേട്ടായി എന്തിനേ ഇല്ല. ഇതിനിടക്കൊക്കെ നിസ്കാരത്ത് വന്നിട്ട് ജുമാത്ത് വെള്ളിയാസ്, ചില നിസ്കാരം അങ്ങനെ വെള്ളിയാസ് ജുമാ, റമളാനിൽ ഫസ്റ്റ് കുറനാൾ 4 നാൾ, പിന്നെ ബദ്രീങ്ങളാണ്ട്, പിന്നെ 27, പിന്നെ നെക്സ്റ്റ് അജ്ജി പെരുന്നാൾ, ഈ നോമ്പിടെ പെരുന്നാൾ, പിന്നെ അജ്ജി പെരുന്നാൾ. ഇങ്ങനെ സജീവായിട്ട് പള്ളിയിൽ. അങ്ങനെയൊന്നുമല്ല. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഏതാണെങ്കിലും ആ ഉപ്പ ഉസ്താദ് ഉപ്പയോട് അറിയിച്ചു, നിങ്ങളെ മോന് നിസ്കാരത്തിന് വരുമ്പോൾ ലേറ്റായി, നിസ്കാരത്തിന് മസ്ബൂക്കായിട്ട് വരുമ്പോൾ ലേറ്റായെങ്കിൽ, ഇപ്പല്ല ചില ജാഗയിൽ പുതിയ സ്പെഷ്യൽ മുന്നെന്തുണ്ടായിട്ടില്ല, ഇപ്പൊ പുതിയതായിട്ട് പറയുമ്പോ കുറച്ചോണ്ട് വരുന്ന ഇമാമിനെ റുക്കൂന്ന് എണിക്കണ്ട, ദയ്യം നില്ല് എടിപിടിയാക്കണ്ട, ഞാൻ റുക്കൂനി പോയിട്ട് പിന്നെന്താക്ക, പിന്നെ എണിച്ചങ്ങ് മതി, 100 റക്കായത്തൊക്കെ വേണമായിട്ട് അവളിൻ്റെ അവിടുന്ന് ബൊബ്ബെട്ടോണ്ട് വരുന്നു, ചുമച്ചോണ്ട് അല്ല എന്തിനീ ഇമാമിനെ നിപ്പിക്കുന്നവിടെ സ്റ്റോപ്പാക്കും. അങ്ങനെല്ലാം ആക്കിയിട്ട് പാഞ്ഞിട്ട് ഗലാട്ടാക്കിയിട്ട് 1 റക്കായത്ത് കിട്ടില്ലെങ്കിൽ എന്റെ അല്ലേ, അങ്ങനെല്ലാം ആക്കിൻ്റെ ആവശ്യമില്ല. ചില കൈ കെട്ടിയിട്ടുണ്ടല്ലേ, കെട്ടിയിട്ട് ഇമാം അപ്പമേ റുക്കൂന്ന് ബന്നെങ്കിൽ അപ്പമേ കൈ പിടുന്നേ, വേണ്ട റക്കായത്ത് കിട്ടിയിട്ടില്ലല്ലേ, ബെർദെന്ന് ഒരു സുജൂദ് പോണ്ടേന്ന്. കെട്ടിയ കൈനെ ഒഴിവാക്കൽ ഹറാമാണ്. അത് വലിയ വിഷയമാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും നാഫിയായ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ഉസ്താദ് രാജാവോട് പറഞ്ഞു, നിങ്ങളെ മകൻ മുടിവാരിയതുകൊണ്ട് നിസ്കാരത്തിന് വരാൻ ലേട്ടായി എന്ന് രാജാവിനോട് അറിയിക്കുമ്പോ രാജാവ് തിരിച്ച് കത്തെഴുതുന്നു, ഇനി മുതൽ എൻ്റെ മോന് മുടി വളർത്താൻ പാടില്ല, മൊട്ടയടിക്കണം. ഇനി മുതൽ അവന്റെ നിസ്കാരത്തിന് വൈകാൻ അവന്റെ മുടി കാരണമായി ക്രോപ്പ് കട്ട് ചെയ്തിട്ടില്ല, മുടി ആറ വെച്ചിട്ടില്ല, ഇസ്ലാം അനുവദിക്കാത്ത പോലെ മുടി വെച്ചിട്ടില്ല. പിന്നെ മുടി വാരാൻ സമയം, ആ സമയം നിസ്കാരത്തിന്റെ സമയം ലേറ്റായത് കൊണ്ടിട്ട് എൻ്റെ മോൻ ഇനി മുതലങ്ങ് മുടി വളർത്താൻ അനുവദിക്കുന്നില്ല, അവനെ മൊട്ടയടിക്കാൻ ആ ഉപ്പയുടെ കൽപ്പനയാണ്. രാജാവിന്റെ പൊന്നുമോനായ ആ മനുഷ്യനതാ മുടി മൊട്ടയടിക്കുന്നു. പിന്നെ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ തന്നെ. പിന്നീട് അധികാരം കിട്ടിയപ്പോ ആ മഹാന്റെ കയ്യിലേക്ക് അധികാരം വന്നു. അധികാരം കയ്യിൽ കിട്ടിയപ്പോ പേടിച്ച് കരഞ്ഞ് 2 കൊല്ലം ചില്ലാനമാകുമ്പോ കരഞ്ഞു കൊണ്ടിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോയി. പേടിച്ചിട്ടുള്ള കരച്ചിലാണ്. റബ്ബിന്റെ അടുത്ത് എന്തുത്തരം പറയാനാണ്, അള്ളാടെ എന്തുത്തരം കൊടുക്കാനാ? അങ്ങനെ കരഞ്ഞ രാജാവായിട്ട് ആ പൊന്നുമോനായാൻ ആ ഉപ്പയുടെ സ്നേഹം കണ്ടോ? ആ ഉപ്പയുടെ സ്നേഹമാണ് അന്ന് ആ പൊന്നുമോന്റെ മുടി എടുപ്പിച്ചത്. ഇത് മദ്രസിൽ ഉസ്താദ് ഇതല്ല മുടി സമയം എടുക്കണോന്ന്, മുടി സമയം എടുക്കാത്തേൽക്ക് പറത്തിട്ടപ്പോ ഉപ്പാന്റെ ഡയലോഗ്,
ഉസ്താദ് നിങ്ങ ഓന്റെ മുടി നോക്കൊണ്ടില്ല, നിങ്ങളുടെ സിലബസിൽ ഇന്നത് ഓണക്ക് പഠിപ്പാട്ടിയങ്ങമയ്യാവൂ, നിങ്ങ ഓന്റെ മുടി കൈകാളെല്ലാം നോക്ക പോവണ്ട. ഏതവസ്ഥയാണ്? അങ്ങനെയാവരുത്. നമ്മുടെ ആണും പെണ്ണും മക്കളെ പറ്റിയിട്ട് അല്ലാഹു തആല നമ്മോട് നാളെ ചോദ്യം ചെയ്യപ്പെടുമ്പോ മഹ്ശറയിൽ ഉത്തരം പറയേണ്ടവരാണ് നമ്മൾ. നമ്മുടെ മക്കളുടെ എല്ലാ കാര്യപരിപാടികളിലും ഉമ്മയും ഉപ്പയും ഉത്തരം പറയേണ്ടവരാ. അവരുടെ കല്യാണങ്ങളും അവരുടെ എല്ലാ വിഷയങ്ങളും നല്ലോണം മങ്ങിലാവുമ്പോ ഉപ്പ മോനെ വിളിച്ചിട്ട് അടുത്തിരുത്തണം, ഉമ്മ അടുത്തിരുത്തണം. മോനേതാ നിക്ക് മങ്ങിലാവുണ്ടല്ലേ, ഈ രൂപത്തിലാവണോ മങ്ങില, പൊന്നുമോളെ അടുത്ത് വിളിച്ചിരുത്തണം മോളെ. ഇതാ ഫാത്തിമ ബീവിക്ക് റസൂലുള്ളാഹി തങ്ങൾ മങ്ങിലാക്കി കൊടുത്ത് ചരിത്രകൊന്തുണ്ടാന്ന് കേട്ടിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ അള്ളാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടക്കനിയാണ്. ആ ഫാത്തിമ ബീവിയോട് വല്ലാത്ത ഇഷ്ടമാണ്. നബി തങ്ങളേടെ യാത്ര പോകുമ്പോഴും ലാസ്റ്റ് ചൊന്നു പോണ്ടേ ഫാത്തിമ ബീവിരൊട്ടുകൂ. ലാസ്റ്റ് ഇനിയിപ്പോ യാത്ര പോയിട്ട് തിരിച്ചു വന്നാൽ ഫസ്റ്റ് പോകുന്നത് ഫാത്തിമ ബീവിന്റെ ഔത്തുക്കാൻ. ഫാത്തിമ ബീവിയോട് സ്നേഹമാണ്. ഫാത്തിമ, നിനക്കിഷ്ടമുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമാ ഫാത്തിമ, നിനക്കിഷ്ടല്ലാത്തത് അള്ളാഹ്ക്ക് ഇഷ്ടല്ല ഫാത്തിമ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഫാത്തിമ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഫാത്തിമ. ആരാണ് ലോകത്തിന്റെ നേതാവ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മംഗലം കഴിച്ച് കൊടുത്തപ്പോഴും അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയെ ഞാൻ വരാതെ നീയൊന്നും മിണ്ടാൻ പോകണ്ട. പോയിട്ട് ഫാത്തിമ ബീവിയോട് സംസാരിച്ചിട്ട് അവിടെ ഓതിക്കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ആ സ്നേഹം കണ്ടോ. അവിടത്തെ കല്യാണങ്ങളും ഹബീബ് തങ്ങൾ കൊടുത്ത സമ്മാനങ്ങളും ഫാത്തിമ ബീവി കല്യാണത്തിന് ധരിച്ചിരുന്ന പുതിയ പെണ്ണിന്റെ വസ്ത്രത്തില് 19ഓളം സ്ഥലത്ത് തുന്നിപ്പിടിപ്പിച്ച വസ്ത്രമായിരുന്നു. എങ്ങനെ? പരഞ്ഞ ഡ്രസ്സ്. ഇന്നലത്തെ മക്കൾ ബാലക്കാരെ പാൻറ് പോലത്തെ പരഞ്ഞതല്ല. ഇത് പെരുന്നാളുകളുടെ ബർമ്മ ബാലക്കാർ മക്കളെ പാൻറ്റല്ല ഫർക്കൊട്ട് തകടി എന്താ ഇതെന്തരല്ല അവിടെ പീസ്. അത് ഫാഷൻ അല്ലേ? ഫാഷന് ലൂസ് വന്നെങ്കിൽ ലൂസ്, ടൈറ്റ് വന്നെങ്കിൽ ടൈറ്റ്, ഫാഷന് താടി വെക്കരുത് വന്നെങ്കിൽ താടി. അങ്ങനെയല്ല. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായിട്ട് ഇസ്ലാമിലേക്ക് കടക്കണം. ആണും പെണ്ണും നല്ല വസ്ത്രം ധരിക്കണം. ടൈറ്റ് വിറ്റ് ഫർദയല്ല ധരിക്കേണ്ടത്. ആണ് പെണ്ണിന്റെ കോലമല്ല കെട്ടേണ്ടത്. പെണ്ണ് ആണിന്റെ കോലമല്ല, ആണ് പെണ്ണിന്റെ കോലവും അല്ല. നല്ല നല്ല വസ്ത്രങ്ങൾ അണിയണം. ആയിഷ ഒരു പുതിയ ഡ്രസ് ഇട്ടപ്പോ വീട്ടിന്റെ മുറ്റത്ത് ഇങ്ങനെ നടന്നപ്പോ, ആയിഷ എന്താ നോക്കുന്നത്? ഇന്നല്ലാഹ ലൈസ ബിനാദിരിനിലൈക്, അല്ലാഹ് നിന്നെ നോക്കുന്നില്ല ആയിഷ. പറയണ്ട താമസം. പുതിയ ഡ്രസ് ഇട്ടതിനെ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മുന്നിൽ വെച്ച് മാറ്റിയിട്ട് പഴയ ഡ്രസ് ഇട്ടിട്ട് അയൽവാസി അടുത്ത വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് സദക്ക കൊടുത്തിട്ട് നബി തങ്ങളൊട്ട് വന്നിട്ട്, നബിയെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളൊട്ട് വന്നിട്ട്, ബാപ്പാ നാണത് സദക്ക കൊടുത്ത ബാപ്പാ, നക്കല്ലാഹു മാപ്പാക്കുവാ. മോഡേൺ ഡ്രസ് ഇട്ടിട്ട് എവിടെയും പോയതല്ല, പർദ്ദ ഇട്ടിട്ട് ഡാൻസ് കളിച്ചതല്ല, അറബിക് നൈറ്റ് എന്ന പേരിൽ തുള്ളിയതല്ല, സ്കൂൾ ഡേയുടെ ദിവസം വേണ്ടാത്തരം ചെയ്തതല്ല, മാളുകളിൽ പോയി ചുറ്റിക്കറങ്ങിയതല്ല. വീട്ടിന്റെ മുറ്റത്ത് ഔത്തുര ജാലില് ഒരു പുതിയ ഡ്രസ് ഇട്ടിട്ട് ആയിഷ ബീവി നടന്നിട്ട് ഒന്ന് നോക്കിയപ്പ സിദ്ദീഖുൽ അക്ബർ തങ്ങളായ ബാപ്പ മോളൊട്ടുക ചൊന്നുകൊണ്ടുണ്ടു, അല്ല നിന്റെ നോക്കില്ല മോളെ, ഇത് വേണ്ട മോളെ. പറയണ്ട താമസം ആയിഷ ഉമ്മ ആ ഡ്രസ് ഊരിയിട്ട് പാവത്തങ്ങൾക്ക് സ്വതക്ക കൊടുത്തില്ലേ. അങ്ങനെ ഡ്രസ്സിങ്, അവരുടെ പോക്ക് വരവുകൾ, ടൈമിങ്സ് എല്ലാം കെയർഫുള്ളായിരിക്കണം. ട്യൂഷന് പോകുമ്പോ പ്രത്യേകിച്ച് വെക്കേഷൻ ടൈമുകൾ ഈ മക്കള് ഗാഞ്ചയുടെ മക്കളാകുന്നു, കഞ്ചാവിന്റെ മക്കളാകുന്നു. വെക്കേഷൻ സമയങ്ങളിൽ ഉക്ക വലിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അതൊരു കോമൺ ആണ് പറയുന്നവരുണ്ട്, അത് ഹലാലാണെന്ന് വാദിക്കുന്നവരുണ്ട്. ഇവിടെ ഉസ്താദമാരോട് ചോദിക്കണം, അത് ലഹരിയാണ്, പച്ചയായ ഹറാമാണ്. ഉക്ക വലിക്കൽ അനുവദനീയം അല്ല. ഉക്ക വലിച്ചിട്ടാ പിന്നെ ഗാഞ്ചയിലേക്ക്, കഞ്ചാവിലേക്ക്, MDMയിലേക്ക്, മറ്റുള്ള ലഹരി വസ്തുക്കളിലേക്ക് മാഞ്ഞു പോകുന്നത് ഈ ഉക്കയിലൂടെ, ഈ തിന്മയിലൂടെയാണ്.
മക്കൾ അതിലേക്ക് പെട്ടുപോകരുത്, മക്കൾ തിന്മയിൽ പെട്ടുപോകരുത്, മക്കൾ വഴിതെറ്റിയ മക്കളാവരുത്. ഉമ്മയെ ഒഴിവാക്കുന്ന മക്കൾ, എക്സ് മുസ്ലിമാകുന്ന യുവതികളും യുവാക്കളും എവിടേക്ക് എത്തിപ്പോയി? ഈ കേരളത്തിൽ നിന്ന് വരുന്ന മുസീബത്തുകൾ, അവരുടെ നിരീശ്വരവാദങ്ങൾ, അവരുടെ വേണ്ടാത്തരങ്ങൾ നമ്മുടെ പ്രദേശത്തും പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവിനെ ധിക്കാരം പറയുന്നവർ, എക്സ് മുസ്ലിമാണെന്ന് പറയാൻ മനസ്സ് കാണിക്കുന്നവർ, ഇസ്ലാമിൽ ഫ്രീഡം ഇല്ലാതെ ഹിജാബ് ഇട്ടിട്ടേ നടക്കണമെന്ന്, പർദ്ദ ഇടണമെന്ന്, ഇസ്ലാം അപ്ഡേറ്റ് ആയിട്ടില്ലെന്ന് കേരളത്തെ പെൺമക്കൾ ചാനലിന്റെ മുമ്പിൽ വന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ് അല്ലേ, നമ്മളെ ഭാഗത്തിൽ എത്ര ദീന് കുറവെങ്കിലും അങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഉമ്മാനെ ഉപ്പാനെ പള്ളിയെ അള്ളാന്റെ റസൂലിനെ ധിക്കരിക്കുന്ന മക്കൾ ഇന്ന് സമുദായത്തിലെ പെൺമക്കളെ വഴിതെറ്റിക്കാനായിട്ട് ഇവിടെ ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ചില കൈവശങ്ങൾ ഇട്ടുകൊടുത്ത് ജ്യൂസിലും ഐസ്ക്രീമിലും കലർത്തിക്കൊടുത്ത് സമുദായത്തിന്റെ പെൺമക്കളെ മതം മാറ്റാൻ, സമുദായത്തിന്റെ പെൺമക്കളെ പ്രേമത്തിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ കള്ള ഐഡികൾ ഉണ്ടാക്കിയിട്ട്, കള്ള അക്കൗണ്ടുകൾ ഉണ്ടാക്കിയിട്ട് ഈ സമുദായത്തിലെ പെൺമക്കളെ കയ്യിലിട്ട് അമ്മാനമാടുന്നവർ എത്രയോ മുസ്ലിം അല്ലാത്തവർ, എത്രയോ ചെറുപ്പക്കാർ അവർ ഉപയോഗിച്ച് വലിച്ചെറിയുമാർ. അവരുടെ മനസ്സ് ഇസ്ലാമിനോട് വെറുക്കുന്ന പോലെ, പള്ളിയെ വെറുക്കുന്ന പോലെ, റസൂലുള്ളാഹിനെ വെറുക്കുന്ന പോലെ, ആധുനിക എഡ്യൂക്കേഷന്റെ പേര് പറഞ്ഞ് കോളേജ് ക്യാമ്പസുകളിൽ പോയ മക്കൾ ഉമ്മാന്റെ കയ്യിലില്ല, ഉപ്പാന്റെ കയ്യിലില്ല, അള്ളാഹിനെ ഓർമ്മയില്ല, നിസ്കാരം ഓർമ്മയില്ല, എന്തോ ഒരു തരം സൈക്കോ പോലെ, ആരോടും മിണ്ടുന്നില്ല, ആരോടും ചിരിക്കുന്നില്ല, ഫാമിലിക്കാരുടെ വീട്ടിൽ വരുന്നില്ല. ഇങ്ങനെ നമ്മുടെ മക്കൾ ഏതോ ഒരു ലോകത്ത് പെട്ടിപ്പെട്ടിരിക്കുകയാണ്. ഓൺലൈനിൽ ഗെയിമിലൂടെ സുസൈഡ് ചെയ്യുന്നവർ, പ്രേമത്തിന് വേണ്ടി സുസൈഡ് ചെയ്യുന്നവർ, ആഗ്രഹിച്ചത് കിട്ടാത്തതിന് സുസൈഡ് ചെയ്യുന്നവർ, ആത്മഹത്യ പെരുകിയ കാലമാണ്. അള്ളാഹു പൊറുക്കില്ലല്ലോ, അവന് കാലകാലം ശിക്ഷയല്ലോ. പൊന്നു മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പ്രശ്നം വലുതാവട്ടെ ചെറുതാവട്ടെ, യുവതികളെ യുവാക്കളെ, സുസൈഡ് ഒന്നിനും പരിഹാരമല്ല, ഖബറിൽ ശിക്ഷ. അല്ലാഹു നമ്മെ നശിപ്പിക്കാൻ സമ്മതം തന്നിട്ടില്ല. നമ്മുടെ ബോഡിയെ മെഡിക്കൽ പഠിക്കുന്ന മക്കൾക്ക് വിട്ടുകൊടുക്കാൻ അധികാരം തന്നിട്ടില്ല. റബ്ബിന്റെ ദീന് കൈകൾ കൊണ്ട് നീ സഹായം ചെയ്തോ, മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും ചെയ്തോ. രക്തം മറ്റുള്ള എന്തെല്ലാം സേവനങ്ങൾ കഴിയുന്നുവോ അതെല്ലാം നിനക്ക് ചെയ്യാം. അവയവദാനം അത് ഇസ്ലാമികമല്ല, അത് ഇസ്ലാമികമല്ല. കാരണം ഇതിനൊരു ഉടമസ്ഥനുണ്ട്, അതിനെ പടച്ച റബ്ബുണ്ട്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ ചൊല്ലി എറിയലില്ലേ മണ്ണ്, അതെറിയണം. ഒന്നും ചെറുതായി പോകരുത്. മഹ്ശറയിലെത്തിയിട്ട് നന്മ തിന്മ തൂക്കി നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെടുന്ന ആ നേരമായപ്പോ മീസാൻ എന്ന തുലാസിൽ ഒരു കെട്ട് വന്നു വീണു, രക്ഷപ്പെട്ടു, സ്വർഗത്തിലായി. എന്ത് കെട്ടാന്ന് ചോദിക്കുമ്പോ ആ നാട്ടിൽ മരിച്ചുപോയൊരു മനുഷ്യന്റെ മയ്യത്ത് മറമാടിയിട്ട് അവിടെ മിന്നാ ഖലഖനാകും ചൊല്ലിയിട്ടെറിഞ്ഞ മണ്ണ്, ആ മണ്ണിന്റെ പ്രതിഫലം മീസാൻ എന്ന തുലാസിൽ വീണപ്പോ രക്ഷപ്പെടാൻ കഴിഞ്ഞു. ഒന്നും ചെറുതല്ല. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, ഇനി ജമാഅത്തുകളിൽ നല്ല ബോധവൽക്കരണ ക്ലാസുകൾ ഉണ്ടാകണം അല്ലേ? വയല് വേണ്ടാന്നൊന്നുമില്ല, വയല് വേണം. ഇനി വരുന്ന മക്കൾക്ക്, SLCയുടെ മക്കൾക്ക്, PUCയുടെ മക്കൾക്ക്, MBBS പഠിക്കുന്ന മക്കൾക്ക്, നാട്ടിലെ ബാല്യക്കാർക്ക്, വയസ്സന്മാർക്ക്, മംഗലാവാൻ പോകുന്നവർക്ക്, മംഗലം കഴിഞ്ഞവർക്ക്, എല്ലാവർക്കും അല്ലേ, എല്ലാവർക്കും വ്യത്യസ്തങ്ങളായ ക്ലാസ്സുകളാണ് ഇനി ആവശ്യമുള്ളത് അല്ലെ? വയല് വേണ്ടാന്നൊന്നുമല്ല, വയലൊക്കെ വയലിന്റെ വഴിക്ക് വേണം. അല്ലാതെ നമ്മളവർക്ക് നല്ല ഓർമ്മിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം. മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും അല്ലേ? നമ്മളിൽ ജമാഅത്തുകളിലൊക്കെ കുടുംബ സംഗമങ്ങൾ പോലെ ഭാര്യ ഭർത്താക്കന്മാരെ ഇരുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ, മക്കളെ ഇരുത്തിയിട്ടുള്ള ക്ലാസ്സുകൾ, ബാലക്കാർ മക്കളെ വിളിച്ചിട്ട് അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യാൻ,
ബാലക്കാറ പള്ളിയിൽ നിന്നും ജമാഅത്ത് നല്ല ദൂരാക്കുന്നല്ല എല്ലാം അടുപ്പിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത്